നിങ്ങളുടെ ബീജം ഭൂമിയിൽ വരുന്നതിന് മുമ്പേ കുംഭമേള തുടങ്ങിയിട്ടുണ്ട്. ഇതിലും വലിയൊരു ഉത്തരം അതിനില്ലല്ലോ. ബാക്കിയെല്ലാം പറയുന്നതിനേക്കാളും ചെറിയൊരു നോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ ഒരു സന്യാസി ഉത്തർപ്രദേശ് ഭരിക്കുമ്പോ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ വന്ന് പറയാൻ തോന്നിയതാണ് സങ്കടം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇതുവരെ പിള്ളയിൽ ഇപ്പൊ വഖഫ് ഭൂമി എല്ലാ സ്ഥലവും ഓരോ സ്ഥലങ്ങൾ നമ്മൾ എടുക്കുമ്പോ അത് വഖഫ് ഭൂമിയായി മാറണം. ഇനിയിപ്പൊ ബാക്കി ഇപ്പൊ ഇവിടെ എന്താ ഉള്ളതെന്നാണ് ഇപ്പൊ ഇനി അവരോട് ലിസ്റ്റ് നമുക്ക് വാങ്ങുന്നതിന് ഏറ്റവും എളുപ്പം അല്ലെ. ഏത് അധിനിവേശത്തിന്റെ ബാക്കി പത്രങ്ങളായിട്ടുള്ള സംഗതികളൊക്കെ അവരുടെ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മുഗളന്മാർ ഇവരുടെ ഉപ്പാപ്പ ഇവരെ കുടുംബക്കാരുമായിരുന്നു. ഇവരോട് പേർഷ്യൻ അന്ന് കുടിയേറി വന്ന മുഗൾ സാമ്രാജ്യത്തിനോട് എന്താണ് നമ്മുടെ മുസ്ലിങ്ങൾക്ക് ഇത്ര അധികം ഐക്യം? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇവിടെ ഇല്ലാത്ത മുസ്ലിങ്ങൾക്ക്, രാജ്യത്തിലുള്ള മുസ്ലിങ്ങൾക്കോ ജനങ്ങൾക്കോ ഇല്ലാത്തത് എന്താണ് ഇവർക്കുള്ളത്? ഇവരെ ബ്ലഡ് അതാണോ ഇവിടെ ഉണ്ടായിരുന്നവരാണോ എന്ന് ഇപ്പൊ സംശയം തോന്നിയിരിക്കുന്നത്. മതം മാറ്റിക്കളയും കുംഭമേളക്ക് പോയാല് അതുകൊണ്ട് ഒരു മുസൽമാനും കുംഭമേളയിൽ പങ്കെടുക്കരുത് എന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത് അല്ലെ, കുറച്ചു ദിവസം. അപ്പൊ അത് പറയുമ്പോ അയാളോട് പറയാനുള്ള നമുക്ക് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പറയാം, എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കൾ തന്നെയാ. ഹിന്ദുക്കൾ മാറിയവരാണ് ഇപ്പൊ ഈ പറയുന്ന ആൾക്കാര്. അതാണ് അദ്ദേഹം മനസ്സിലാക്കട്ടെ. ഇനിയിപ്പൊ എങ്ങോട്ടാ ഹിന്ദുവായി മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഖത്തർ ഷെയ്ഖ്, ഇവരെ ഏറ്റവും പ്രിയപ്പെട്ട ഖത്തർ സാമ്രാജ്യത്തിലെ ഷെയ്ഖ് പറഞ്ഞ നിങ്ങളൊക്കെ ഇന്ത്യക്കാരൊക്കെ ഹിന്ദുക്കളാണ്. ഞാനില്ലേ, അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. ഇതാണ് അയാള് പറഞ്ഞു കൊടുത്തപ്പോ കുറെ ആൾക്കാരൊക്കെ മിണ്ടാണ്ടായിണ്ട്. അപ്പൊ ഇതന്നെ നമുക്ക് ഇപ്പോഴും പറയാനുള്ളൂ. ഇനി ഹിന്ദു ആവുകയെന്നല്ല. ഇപ്പൊ ഈ കുംഭമേള നടക്കുമ്പോ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് മലയാളികളുടെ ഇടയിൽ. ഈ ഉത്തരേന്ത്യയിൽ അതില്ല. കാരണം നാഗസന്യാസിമാര് വരുന്നു, അവര് വസ്ത്രം ഇടാതെ വരുന്നു, അവിടെ പോകുന്നു, അവരെ നഗ്നത കാണാനാണ് പോണത്. ഇതിനാണോ പൈസ ചെലവാക്കുന്നത് ചോദിക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്, വിവരമുള്ള ആരെങ്കിലും കേൾക്കുമല്ലോ, അവരിൽ പെട്ടതന്നെ. ഈ നാഗസന്യാസിമാരെന്ന് പറഞ്ഞ ഇവരൊന്നും വിചാരിക്കുന്ന പോലത്തെ ഇവരെ പണ്ഡിതന്മാരെ പോലെ ശരീഅത്ത് പഠിച്ചിട്ട് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുന്നവരല്ല. ഹിമാലയത്തിൽ നിന്നൊക്കെ വരുന്ന അവരൊക്കെ ഐസിലിരുന്ന് അവര് വരുന്നതും പോണതും നമ്മൾ അറിയില്ല എന്നാ പറയണേ. അതൊക്കെ നമ്മൾ വായിക്കണം. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ മദ്രസിൽ പണ്ട് പഠിച്ചിരുന്ന സ്വർഗത്ത് പോണം, ലോകത്ത് ജീവിക്കുക, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ യാത്രയാണ് നമ്മൾ സ്വർഗാക്കേണ്ടത്. അവിടെ പോയി ഓരോ മുസൽമാനും, ഞാൻ പറയണേ, ഈ ടോട്ടൽ ഓരോ മുസൽമാനും പോയി ആ ഗംഗയിലൊന്ന് മുങ്ങണം. ഇത് മോക്ഷം കിട്ടാൻ വേണ്ടിയാ, ഇത് തെറ്റ് തീർക്കാൻ വേണ്ടിയാ ഈ രാജ്യത്തിനോട് നമ്മളെ മുമ്പിലുള്ള ആരെങ്കിലും ചെയ്തോ? ഇതൊരു 100 ജന്മത്തേക്ക് വേണ്ടിയുള്ള. അപ്പൊ ഇവരൊക്കെ നമ്മൾക്ക് അങ്ങോട്ട് ക്ഷണിക്കാന്നാ ഞാൻ പറയണേ. ഞാനും പോകുന്നുണ്ട് ഒരു ദിവസം. അപ്പൊ അവിടെ പോയി കാണട്ടെ ഇവര്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. കണ്ടിട്ട് പറയട്ടെ. എന്നിട്ട് അവിടെ കുളിച്ച് വരുമ്പോ ഇവർക്ക് എന്താണ് ഫീൽ ചെയ്യണമെന്ന് നമ്മളോട് വന്ന് പറയട്ടെ. അവരെ നമുക്ക് അങ്ങോട്ട് ക്ഷണിക്കാൻ നമ്മുടെ ഗവൺമെന്റിനോട് നമുക്ക് ആവശ്യപ്പെടാം. വീട്ടിലിരുന്ന് ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടാ പോരാ വർഗീയത. എന്നിട്ട് മതേതരം എന്ന് പറഞ്ഞ് പ്രസംഗിക്കൂ. മതേതരം പറയുമ്പോ എങ്ങനെയാ വർഗീയത പറയുക? എല്ലാ മതത്തിനെയും ഒന്നായിട്ട് കാണണ്ടേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പൊ അവിടെ അത് മിത്താണെന്ന് പറയുന്ന വർഗീയത ഉണ്ടാക്കും. അപ്പൊ ഇതിലെല്ലാം കാണുമ്പോൾ ഏത് ക്ഷേത്രം എടുത്താലും ആ ക്ഷേത്രമൊക്കെ ആക്രമിച്ച് അതിന്റെ പൊളിച്ചൊരു രേഖ നമുക്ക് കാണാൻ പറ്റും. ഏത് ക്ഷേത്രം, ഏത് വലുതും. അപ്പൊ എന്തുകൊണ്ട് വേറെ സ്ഥലങ്ങളൊന്നും ഇവരെ ആക്രമിച്ചിട്ടില്ല? എത്ര സ്ഥലങ്ങൾ ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തില്? അപ്പോ ശരിക്കും ഈ അധിനിവേശം എന്ന് പറഞ്ഞാല് ഈ രാജ്യത്തെ സംസ്കാരങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് കാരണം ഏറ്റവും അധികം ആരാധന എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്ന് ഇത് തല്ലി പൊളിച്ചത്. അപ്പൊ ഈ വിഗ്രഹം, ഏറ്റവും വലിയ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാ ഞങ്ങള്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കോ? ബക്കത്ത് എന്താ ഉള്ളത്? ഒരു കറുത്തതിൽ മൂടിയ കയബത്തിൽ പോയാൽ നമ്മൾ തൊട്ട് അത് പിടിച്ച് പ്രാർത്ഥിച്ചാല് നമുക്ക് ആ സ്വർഗത്തിന്റെ അടിയിൽ നിൽക്കണ പോലെയാ. ഞാനൊക്കെ ആ തൊട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഫലവും കിട്ടിയിട്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ ശിവവിഗ്രഹമാണെന്ന് അടുത്ത കാലത്ത് കേട്ടു. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല, ഞാൻ പഠിക്കുന്നുണ്ട്, ഒരിക്കലും ഞാൻ വന്ന് പറയാം. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അത് ആ കാണുന്ന റൗണ്ട് ഒരു വിഗ്രഹമല്ലേ, ഒരു
കല്ലുകൊണ്ട് പടുത്ത ഒരു സംഗതിയല്ലേ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിലും അതൊരു കല്ല്. അപ്പൊ ഇവര് പറയണ കല്ല് പാടില്ല, വിഗ്രഹം പാടില്ല, ഫോട്ടോ വരയ്ക്കാൻ പാടില്ല. ഇന്നിപ്പോ ഒരു ഉസ്താദ് പറയും ഫോട്ടോ ഒക്കെ എടുത്ത് കളയാ, അപ്പൊ നരകത്തിൽ പോവും. ആദ്യം ഈ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള കണക്കുകളൊക്കെ ഇവരിവിടെ തീർത്തിട്ട് പോട്ടെ. അത് തീർക്കാൻ വേണ്ടി ഇവരൊക്കെ ഈ ഗംഗയിലോ ഒക്കെ ഒന്ന് വന്നൊന്ന് മുങ്ങട്ടെ എന്നാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമായ ആ കുംഭമേളയ്ക്ക് നെഗറ്റീവ് പറയാനും നെഗറ്റീവ് അടുപ്പിക്കാനും അതിന്റെ പേരിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ കാണും, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ യോഗേജി അടക്കം എന്ന് പറഞ്ഞ രസകരമായ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പൂർവികരും ഇന്ത്യയുടെ പാരമ്പര്യവും ഇതാണ് എന്ന് തിരിച്ചറിയുന്നവരെല്ലാം ഇവിടേക്ക് വരിക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതിന് ഒരുപാട് പോസിറ്റീവായ ഒരു പ്രസ്താവനയാണ്. അതായത് പണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് അഷ്ഫാഖുള്ള ഖാൻ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്, എനിക്ക് പുനർജന്മത്തെക്കുറിച്ച് പറയാൻ പാടില്ല, പക്ഷേ ഇനിയൊരു ജന്മം ലഭിക്കുകയാണെങ്കിലും ഈ ഭാരതമാതാവിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് അവസരം ഉണ്ടാകണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. അതാണ് അതിന്റെ ഏറ്റവും മനോഹരമായ സമന്വയം. നമുക്ക് വിശ്വാസങ്ങൾ കാണാം, നമുക്ക് നമ്മുടേതായ പ്രത്യേക പാതകൾ കാണാം, പക്ഷേ പൊതു ഭാരതീയ ധർമ്മമെന്നോ ഭാരതീയ ധാരയെന്നോ ഇന്ത്യൻ കൾച്ചറെന്നോ ഇനി എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. ഓരോ ആൾക്കാർ ഓരോ പേര് വിളിക്കും. സനാതനം എന്ന് വിളിച്ചാൽ നമ്മുടെ ലെഫ്റ്റിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടില്ല, സ്റ്റാലിൻ ഇഷ്ടപ്പെടില്ല. ഇനി സനാതനമെന്നോ അല്ലെങ്കിൽ ഹൈന്ദവമെന്നോ ഭാരതീയമെന്നോ ഹിന്ദുസ്ഥാനിന്നോ ഇന്ത്യനെന്നോ എന്ത് പേര് വിളിച്ചാലും ഈ കൾച്ചർ ലോകത്തിന് ഒരുപാട് സംഭാവനകളുണ്ട്. മുമ്പ് സംസാരിച്ച എല്ലാവരും, പ്രത്യേകിച്ച് നുസ്രത്തിയൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, എല്ലാം എന്താ പറയണേ പ്രസക്തമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നടേശൻ സാർ പറഞ്ഞാണ് കേട്ടത്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ തോന്നിയത്, ഇന്ത്യയെ നമുക്ക് തൽക്കാലം നമ്മുടെ കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് മാറ്റി വെക്കാം. അമേരിക്കൻ പ്രസിഡന്റിനെ എടുക്കാമല്ലോ. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അല്ല പിന്നെ, അതായത് നമ്മുടെ നാട്ടിലല്ല, അമേരിക്കയിൽ ജനിച്ച ബറാഖ് ഹുസൈൻ ഒബാമ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് പറയുന്നത് മൈ ഫാസിനേഷൻ വിത്ത് ഇന്ത്യ ഈസ് രാമായണ മഹാഭാരത മഹാത്മാഗാന്ധി എന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയൊരു ഹനുമാനുണ്ട്. നമുക്കറിയാം, 4 കൈയാണ്. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു കാര്യമാണ്, 4 കൈയുള്ള ഹനുമാനുണ്ട്. ഇതിന്റെ എല്ലാം ഈ കൾച്ചറാണ് ലോകത്തിന്റെ ഒരു വലിയ കൾച്ചേഴ്സിലൊന്ന്. ഞാൻ ഈ ഒരുപാട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോയിട്ടുള്ള പറയണേ, അവിടെ ഈ രാവണനുണ്ട്, നമ്മുടെ ശ്രീരാമനുണ്ട്, ഗണേശൻ ഇന്തോനേഷ്യയുടെ കറൻസി നോട്ടുകളിലുണ്ട്. അപ്പോൾ കുംഭമേളയുള്ള കാര്യം ലോകം തന്നെ, കുംഭമേളയ്ക്ക് ഒരുപാട് ഐതിഹ്യപരമായ ചരിത്രപരമായ പ്രസക്തിയുണ്ട്. അതിന്റെ നെഗറ്റീവ് അടുപ്പിക്കാൻ ചില ആൾക്കാർ വരാം. ഇനി അസുദ്ദീൻ ഒവൈസിയെ പോകാൻ എന്തെങ്കിലും പ്രസ്താവന വരാം, പ്രകോപനമായ ചില കാര്യങ്ങൾ പറയാം. പ്രത്യേകിച്ച് ഇനി വഖഫിനെ കുറിച്ചൊരു കാര്യം പോയിന്റ് ആയി പറഞ്ഞാൽ, വഖഫിന് ഒരുപാട് ഡയമെൻഷനും ന്യൂവാൻസും ഉണ്ട്. പക്ഷെ ആരെങ്കിലും നാളെ ഇന്ത്യൻ സുപ്രീം കോടതിയും ഇനി അംബാനിയുടെ വീട് വഖഫാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? എന്തെങ്കിലും ഒരു പോയിന്റ് അതിനുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തിനടുത്ത് തിരുച്ചെന്തൂർ അവിടുത്തെ ടെമ്പിളിനടക്കം 1500 വർഷം പഴയ ടെമ്പിളാണ്, അത് വഖഫ് ഭൂമിയാണെന്നൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നത്. ആ വഖഫിന്റെ സെക്ഷനിൽ ഒരു 40, ആ 40യാണ് 2 സമീപനങ്ങൾ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ 40യെ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന കിരൺ റിജു ജിയുടെ സമീപനമാകാം, അല്ലെങ്കിൽ 40യെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ സമീപനമാകാം. അപ്പോ വഖഫിന്റെ പേരിൽ, വഖഫാകട്ടെ നമ്മുടെ ദേവസ്വം ആകട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രോപ്പർട്ടി പേരിലാകട്ടെ, അത് ഇതര സമുദായ സഹോദരങ്ങൾക്ക് വേദനയും വിഷമവും പ്രകോപനവും ഉണ്ടാക്കരുത്. മുനമ്പത്തൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കിത് തത്വമായി പറയുന്നതിനപ്പുറം ഞാൻ ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്റെ വീടോ അല്ലെങ്കിൽ വേറെ ആരുടെ വീടോ ഏതെങ്കിലും വേറൊരാൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അപ്പോഴാണ് ആ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുക. പിന്നീട് അത് വിൽക്കാൻ പറ്റില്ല, പിന്നീട് അത് പണയം വെക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം വിഷയങ്ങളും കൂടെ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിനെല്ലാം കാടടച്ച് വെടിവെക്കണമെന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. പക്ഷേ ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. കുംഭമേളയോട് ചേർത്ത് വഖഫിന്റെ പേര് പോലും ഏതെങ്കിലും മുസ്ലിം സംഘടന റൈസ് ചെയ്യുന്നെങ്കിൽ അത് പ്രകോപനപരമാണ്, അത് പാടില്ല, അത് നെഗറ്റിവിറ്റി ഉണ്ടാക്കും, അവർക്കൊരു ഗുണവും ചെയ്യില്ല, എല്ലാവർക്കും ദോഷവും ചെയ്യും. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.